ഖൊമേനിയെ അമേരിക്കൻ പട്ടാളം ആദ്യ ദിവസം തന്നെ വധിച്ചിരുന്നു. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടന്ന ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ഖൊമേനിയുടെ ജീവനെടുത്തു. പകരം ഖൊമേനിയുടെ മകൻ മുജ്തബ ഖൊമേനിയെ പുതിയ സുപ്രീം ലീഡറായി ഇറാൻ തെരഞ്ഞെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഈ പുതിയ സുപ്രീം ലീഡറെ തെരഞ്ഞെടുത്തു എന്നവർ പറഞ്ഞിരുന്നു. പേര് വെളിപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ ഇന്നലെ മുജ്തബിനെ പുതിയ അയത്തുള്ളയായി തെരഞ്ഞെടുത്തു എന്നത് ഔദ്യോഗികമായി ഇറാൻ പറഞ്ഞു. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ട്രംപ് പറഞ്ഞിരുന്നത് പുതിയ അയത്തുള്ളയെ തെരഞ്ഞെടുത്താലും അംഗീകരിക്കില്ല, ഏതു നിമിഷവും അയാളെ ഞങ്ങൾ തട്ടിക്കളയും, അയാളുടെ ജീവൻ സുരക്ഷിതമല്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. എന്നാൽ ഇന്നലെ ന്യൂയോർക്ക് ടൈംസിന്റെ ലേഖകൻ ചോദിക്കുന്നു, പുതിയ സുപ്രീം ലീഡറെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ട്രംപ് പറഞ്ഞു, എനിക്കൊരു അഭിപ്രായവുമില്ല. വലിയൊരു മാറ്റമാണിത്. പുതിയ സുപ്രീം ലീഡറെ തട്ടിക്കളയും, അയാളുടെ ജീവൻ എടുക്കാൻ ഞങ്ങൾ പിന്തുണ കൊടുക്കും എന്ന് പറഞ്ഞ ട്രംപ് ഇന്നലെ പറയുന്നു പുതിയ അയത്തുള്ളയെക്കുറിച്ച് യാതൊരു അഭിപ്രായവും തനിക്ക് പറയാനില്ലെന്ന്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത് ഇതുവരെ കണ്ടതൊക്കെ ഒരു തുടക്കം മാത്രമായിരുന്നു, ട്രയൽ മാത്രമായിരുന്നു. ഇനിയാണ് യഥാർത്ഥ ആക്രമണം നടക്കാൻ പോകുന്നത്. ഇനി ശക്തമായ തിരിച്ചടി ഉണ്ടാവും, ഇനി അതിശക്തമായ യുദ്ധമുണ്ടാവും. മാത്രമല്ല, ട്രംപ് പറഞ്ഞത് അമേരിക്കൻ കാലാൾ സേന, കരസേന ഇറാനിലേക്ക് നീങ്ങുന്നതിൻ്റെ സാധ്യതയും ആലോചിക്കുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ട്രംപ് പറയുന്നു യുദ്ധം അവസാനിച്ചിരിക്കുന്നു, ഇനി മുമ്പോട്ട് പോവേണ്ട കാര്യമില്ല, യുദ്ധം പൂർണ്ണമായും വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ട്രംപ് തലയൂരുന്ന സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു. മാത്രമല്ല, പുതിയ അയത്തുള്ളയെ ആദരിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ക്രെംലിൻ ഔദ്യോഗികമായി പത്രക്കുറിപ്പിറക്കി. പുതിയ അയത്തുള്ള ഞങ്ങൾ അംഗീകരിക്കുന്നു, ഇനിയും ഇറാൻ ഈ സുപ്രീം ലീഡറുടെ കീഴിൽ മുമ്പോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ പിന്തുണയുണ്ട് എന്ന് പുടിൻ പ്രഖ്യാപിക്കുകയാണ്. ഈ പ്രഖ്യാപനം വാസ്തവത്തിൽ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്ന പുടിൻ്റെ സൂചനയായി ട്രംപ് മനസ്സിലാക്കുന്നു. ഇവിടെ ക്രെംലിൻ ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങിയാൽ ചൈനയുടെ പിന്തുണ കൂടി ഉണ്ടായെന്ന് വരാം. പിടിച്ചെടുത്ത് നിൽക്കാത്ത സാഹചര്യം ഉണ്ടാവും, എണ്ണവില ഉയരും, ആഭ്യന്തര പ്രതിസന്ധി മൂർച്ഛിക്കും. ഇവിടെ ഒരിക്കലും മതം തിന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യരെ, ഒരു സമൂഹത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയില്ല. അതുകൊണ്ട് പൊടുന്നനെ ട്രംപ് നിലപാട് മാറ്റി പിന്മാറുകയാണ് എന്നാണ് റിപ്പോർട്ട്.